പിണറായി വിജയനോടും അദ്ദേഹത്തിന്റെ പാർട്ടിയോടുമൊക്കെ നമുക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് പലപ്പോഴും നമ്മൾ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്, അത് പരസ്യമായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, പിണറായി വിജയൻ കേരളത്തിന്റെ ഭരണാധികാരിയാണ്. കേരളത്തിലെ RSSകാരല്ലാത്ത ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് ഇവിടെ NRCയോ ഇവിടെ CAAയോ ഇവിടെ NPRോ നടപ്പിലാക്കാൻ പറ്റൂല എന്ന് സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് ആർജവത്തോടു കൂടിയാണ് എങ്കിൽ, നിലപാടോടുകൂടി പറഞ്ഞതാണെങ്കിൽ, നിഷ്കളങ്കമായി പറഞ്ഞതാണ് എങ്കിൽ, ആ സഖാവ് പിണറായി വിജയനോടൊപ്പം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഉണ്ടാകും. അബ്ദുള്ള കുട്ടി സ്വപ്നം കാണാൻ ശ്രമിക്കണ്ട. ഭൂമിയിൽ വെള്ളപ്പട്ടികൾക്ക് കപ്പം കൊടുക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ മഹാനായ വെളിയങ്കോട് ഉമർ ഖാലി ഖദ്ദസല്ലാഹു സുർറഹുൽ അസീസിന്റെ പാരമ്പര്യമാണ് ഇന്ത്യയൊക്കെ മുമ്പിൽ ഞങ്ങൾക്ക് ബോധിപ്പിക്കുവാനുള്ളത്. ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം നടത്തൽ ഓരോ മുസൽമാന്റെയും വ്യക്തിപരമായ നിർബന്ധ ബാധ്യത എന്ന ഫത്വ കൊടുത്ത ഷാ അബ്ദുൽ അസീസ് തഗ്നവിയുടെയും ഷാ വലിയുല്ലാഹി തഗ്നവിയുടെയും പാരമ്പര്യമാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്. വെള്ളക്കാരന്റെ തീതുപ്പുന്നതൊക്കെ കൊടുകൾ മാറോട് ചേർത്ത് വെച്ചിട്ട് ധൈര്യമുണ്ടെങ്കിൽ വെക്കടാപടി എന്ന് പ്രഖ്യാപിച്ച മുഹമ്മദ് ഇസ്മായിൽ തഹ്നവിയുടെ, റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെ, ഖാസിം നാനൂത്തവിയുടെ, അഷ്റഫ് അലി താനവിയുടെ, അതുപോലെയുള്ള ആയിരക്കണക്കിന് തീരപണ്ഡിത വീര കേസരികളുടെ ദേശാഭിമാനികളുടെ പാരമ്പര്യമാ സംഘപരിവാരത്തിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് ബോധിപ്പിക്കാനുള്ളത്. അല്ലാതെ നിന്റെ ഒന്നും മുമ്പിൽ പൗരത്വം തെളിയിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അവിടെ ഇരുന്നു കൊണ്ട് തന്നിഷ്ടപ്രകാരം വർഗീയതയുടെ ചാണകച്ചേർ ഉൾക്കൊള്ളുന്നതായ തലയിൽ നിന്ന് പുറത്തേക്ക് നിറുകളിക്കുന്ന വർഗീയതയുടെ പേരിൽ മാത്രം കുറെ നിയമങ്ങൾ ഇങ്ങനെ പാസാക്കിയെടുക്കുന്നു. അമിത്ഷായും നരേന്ദ്രമോദിയും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാരവുമൊക്കെ. എന്നിട്ട് പറയുന്നു, ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെല്ലാം ഇത് അനുസരിക്കണം, രാജ്യത്തെ ജനങ്ങളെല്ലാം അംഗീകരിക്കണം. അനുസരിക്കുകയും അംഗീകരിക്കാതെയും ചെയ്യാതിരിക്കുന്നവരെ ജയിലിൽ അടച്ചുകളയും, ഇല്ലാതാക്കിക്കളയും എന്നൊരു ഭീഷണിയും അതിനോടൊപ്പം മുഴക്കുന്നുണ്ട് എങ്കിൽ രാജ്യത്തെ ജനങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നു, മിസ്റ്റർ അമിത്ഷാ, മിസ്റ്റർ നരേന്ദ്രമോദി, സംഘപരിവാരമേ, അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ കരിനിയമങ്ങൾ മാത്രമല്ല അതോടൊപ്പം നിങ്ങൾ ഉയർത്തുന്ന ഭീഷണികളെയും പുച്ഛത്തോടുകൂടി കണ്ട് അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു. അനുസരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, അനുസരിക്കാൻ നമുക്ക് മനസ്സില്ല. ഇപ്പൊ എന്താണ് നടക്കുന്നത്? ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ ഗതികേടൊന്ന് നോക്കണേ. ഒരു നിയമം പാസാക്കിയിട്ട് അത് രാഷ്ട്രപതി ഒപ്പുവെച്ചിട്ട് എന്നിട്ടിപ്പോ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ വീട് കയറി ഇറങ്ങുക, എല്ലാരെയും കണ്ടിട്ട് ഇത് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങളിത് അംഗീകരിക്കണം, നിങ്ങളിത് ഏറ്റെടുക്കണം, ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് വീട് കയറി ഇറങ്ങേണ്ടി വന്നിരിക്കുന്നു. ഓരോ RSSകാരനും ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ വീട്ടിനുള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കെ, ഒരു പക്ഷേ രാജ്യത്തിന്റെ ചരിത്രത്തില് ഇന്ത്യ രാജ്യത്തിനൊരു പൈതൃകമുണ്ട്, കേരളത്തിനൊരു പൈതൃകമുണ്ട്, മുസ്ലിമുകൾക്കും ഹൈന്ദവർക്കും ഒരു ബഹുമാനമുണ്ട്, ഒരു മര്യാദയുണ്ട്. വീട്ടിലേക്ക് ഒരാൾ കടന്നു വന്നാൽ ആതിഥ്യ മര്യാദ. പക്ഷെ എന്തായി? ഇപ്പൊ കേരളത്തിലെ ഭൂരിപക്ഷ വീടിന്റെ മുമ്പിലും പോസ്റ്റർ എഴുതി ഒട്ടിച്ചിരിക്കുന്നു, ഒറ്റ RSSകാരൻ വീട്ടിനുള്ളിലേക്ക് കയറാൻ പാടില്ല എന്ന്. ആ ഗതികേടിലേക്ക് എത്തിപ്പോയി. അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ പറയാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. പലയിടത്തും പോയിട്ട് ഇത് നിങ്ങൾക്ക് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കണേ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നാട് നീളെ കറങ്ങി നടന്നിട്ട് പോലും ഈ പെരും നുണയന്മാരെ വിശ്വസിക്കാൻ രാജ്യത്തൊരു മനുഷ്യരുമില്ലെന്ന് പറഞ്ഞാൽ അത്രത്തോളം അതപ്പതിച്ചു പോയില്ലേ, അത്രത്തോളം ഗതികെട്ട് പോയില്ലേ. ഇവരിതല്ല, ഇതിലും വലിയ കളികൾ കളിക്കും. നമ്മൾ തിരിച്ചറിയണം. ഈ നിയമങ്ങളൊക്കെ ഒന്ന് പാസാക്കി എടുത്തിട്ട് ഇവർക്ക് ഇതിന്റെ പിന്നിൽ പല നിയമങ്ങളും കൊണ്ടുവന്നിട്ട് ഇവരുടെ ചില ഉദ്ദേശങ്ങൾ സാക്ഷാത്കരിക്കേണ്ടുന്നതുണ്ട്. അതുകൊണ്ട് ഇവരിതല്ല, ഇതിലും അപ്പുറം കളികൾ കളിക്കും. നാം തിരിച്ചറിയുക, കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു കടന്നുപോയ നമ്മുടെ ഒരു തലമുറയുണ്ട്. ആ നേതാക്കന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു സന്ദേശമുണ്ട്. അറബിക്കടലിൽ മുസല്ല വിരിച്ചിട്ട് ഒരു RSSകാരൻ അതിൽ നിസ്കരിച്ചാൽ പോലും RSSകാരെ നിങ്ങൾ വിശ്വസിക്കരുത് മക്കളെ എന്ന് പഠിപ്പിച്ച ആർജവമുള്ള നേതൃത്വത്തിന്റെ അനുയായികളാണ് നമ്മള്. അതുകൊണ്ട്
നമുക്ക് ഉമ്മാരെ വിശ്വാസവും ഇല്ല, നമ്മൾ ഇതിനെ അംഗീകരിക്കുകയില്ല. ഈ നിയമത്തിന്റെ അപകടങ്ങൾ എത്രത്തോളം കുതന്ത്രങ്ങളാണ് ഇതിന്റെ പിന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കറിയല്ലോ. പിന്നെ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നിരിക്കുന്നു CAA എന്ന പേരിൽ. പിന്നെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു NRC ദേശീയ പൗരത്വ പട്ടിക ഇവിടെ കൊണ്ടുവരുമെന്ന്. പിന്നിപ്പോ NPR അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ അപകടങ്ങൾ തിരിച്ചറിയണം. ഇന്ത്യ രാജ്യത്ത് സുന്ദരമായ പൗരത്വ നിയമങ്ങൾ ഈ രാജ്യത്തുണ്ടായിരുന്നു. വളരെ ലളിതമായി നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. സുന്ദരമായ നിയമം ഇവിടെ ഉണ്ടായിരുന്നു. 1950-ന്റെയും 1987-ന്റെയും ഇടയിൽ ഇന്ത്യ രാജ്യത്ത് ജനിച്ചവരൊക്കെയും ജനനം കൊണ്ട് ഇന്ത്യൻ പൗരന്മാരാകുന്ന സുന്ദരമായ ഒരു നിയമം ഈ രാജ്യത്തുണ്ടായിരുന്നു. 87-ന്റെയും 2003-ന്റെയും ഇടയിൽ ജനിക്കുന്നവർ അവരുടെ മാതാവോ പിതാവോ ആരെങ്കിലും ഒരാൾ ഇന്ത്യക്കാരാണ് എങ്കിൽ അവരൊക്കെയും ഇന്ത്യക്കാരാകുന്ന നിയമം ഇവിടെ ഉണ്ടായിരുന്നു. 2003-ന് ശേഷം ഈ രാജ്യത്ത് ജനിക്കുന്നവരുടെ മാതാപിതാക്കൾ രണ്ടുപേരും ഇന്ത്യക്കാരാണെങ്കിൽ ആ മക്കളും ഇന്ത്യക്കാരാകുന്ന നിയമം ഇവിടെ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, അന്യനാടുകളിൽ നിന്ന് കുടിയേറ്റക്കാരായിട്ടോ അതല്ല എങ്കിൽ അഭയാർത്ഥികളായിട്ടോ ഈ രാജ്യത്തേക്ക് കടന്നു വന്നിരിക്കുന്ന ആളുകൾ 11-12 വർഷത്തോളം ഈ രാജ്യത്ത് ജീവിച്ചിട്ട് ആ ജീവിച്ചതിന്റെ രേഖകൾ ഭരണകൂടത്തിന്റെ മുന്നിൽ ഹാജരാക്കിയിട്ട് ഞങ്ങൾക്ക് പൗരത്വം വേണമെന്ന് പറഞ്ഞാൽ അവർക്കും പൗരത്വം കൊടുക്കുന്ന ഒരു നിയമം ഉണ്ടായി. ഇപ്പോ ആ നിയമമൊക്കെ മാറി വരുന്നു. ഇനി 11-12 വർഷമൊന്നും വേണ്ട, 6 വർഷം ഇന്ത്യ രാജ്യത്ത് അന്യ രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്ന ആളുകൾ ഇന്ത്യ രാജ്യത്ത് ജീവിച്ചതിന്റെ തെളിവുകൾ കൊടുത്താൽ അങ്ങനെ കടന്നു വന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കാൻ നിയമം വന്നിരിക്കുന്നു. പക്ഷേ മുസ്ലിമീങ്ങൾക്ക് കിട്ടൂല, മുസ്ലിമീങ്ങൾക്ക് കിട്ടൂല. ഇത് തന്നെയാണ് ആദ്യത്തെ പ്രശ്നം, ഇത് തന്നെയാണ് ആദ്യത്തെ കുഴപ്പം. ഭരണഘടന കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആത്മാവ് എന്ന് പറയുന്നത് മതത്തിന്റെ പേരിൽ യാതൊരുവിധ വിവേചനവും ഇവിടെ നടത്താൻ പാടില്ല എന്നാണ്. നമുക്കറിയല്ലോ, നമ്മുടെ രാജ്യങ്ങളിൽ, നമ്മുടെ നാടുകളിൽ, നമ്മുടെ ഈ നാട്ടിൻപുറങ്ങളിൽ പോലും ഒരു വാർഡ് മെമ്പറായ ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ വാർഡ് മെമ്പർ മുതൽ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപതി വരെ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് തന്റെ ഉത്തരവാദിത്ത നിർവഹണത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെയൊക്കെ സത്യപ്രതിജ്ഞാ വാചകങ്ങളിൽ ഒരു പ്രത്യേകമായ ഒരു നിബന്ധനയുണ്ടാകും. എന്താണ്? തങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ മതത്തിന്റെ പേരിൽ ഒരു വിവേചനവും നടത്തുകയില്ല എന്ന്. അങ്ങനെയുള്ള ഇന്ത്യ രാജ്യത്ത് മതത്തിന്റെ പേരിലുള്ള വിവേചനം, മുസ്ലിമീങ്ങൾക്ക് മാത്രം പൗരത്വം ഇല്ല, ബാക്കിയുള്ള 6 മതക്കാർക്ക് പൗരത്വം കൊടുക്കും. എന്നിട്ട് എന്താ ന്യായങ്ങൾ പറയുന്നത് എന്ന്? നമ്മൾ വെറുതെ അല്ല. പലരും ഇപ്പൊ ശശി തരൂർ ഉൾപ്പെടെ പറഞ്ഞല്ലോ, ചരിത്രം അറിഞ്ഞൂടെങ്കിൽ അത് പഠിക്കുക തന്നെ വേണമെന്ന്. ഇവര് പറയുന്നു ഈ 3 രാജ്യങ്ങളും അവിഭക്ത ഇന്ത്യയുടെ ഭാഗമായിരുന്നു എന്ന്. പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഈ അഫ്ഗാനിസ്ഥാൻ എന്ന അവിഭക്ത ഇന്ത്യയുടെ ഭാഗമായിരുന്നത് അത് മനസ്സിലാവുന്നില്ലല്ലോ. ആ ചരിത്രം പോലും ഇന്ത്യ പോലൊരു വലിയ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തിരിച്ചറിയില്ല എന്ന് പറഞ്ഞാൽ, പിന്നെ പറഞ്ഞു നമ്മുടെ രാജ്യവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളായതുകൊണ്ടാണ് എന്ന്. ഈ 3 രാജ്യങ്ങളെ ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്നുള്ളോ? ഈ രാജ്യങ്ങളെക്കാളൊക്കെ ഏറെ ആയിരക്കണക്കിന് കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ചൈന എന്നൊരു രാജ്യമുണ്ട്. എന്താ ചൈന എന്ന രാജ്യത്ത് നിന്ന് വരുന്ന ആളുകളെ പറ്റിയിട്ട് പരാമർശിക്കപ്പെടാതിരുന്നത്? ഇനി അതും പോകട്ടെ, ഈ തൊട്ടടുത്തുള്ള രാജ്യങ്ങളിൽ നിന്നും അവരൊക്കെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളായതുകൊണ്ട്, അവിടെ നിന്ന് വന്നവരായതുകൊണ്ട് അവർക്ക് പൗരത്വമില്ല എങ്കിലും തിരിച്ച് ഈ മുസ്ലിം രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റുമല്ലോ എന്നാ പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ അമിത്ഷായോട് തിരിച്ചു പലരും ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ബർമയിൽ നിന്ന്, മ്യാൻമറിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന റോഹിംഗ്യ മുസ്ലിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുവോ? കാരണം ബർമ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമല്ലല്ലോ, അപ്പൊ അവർക്കും കൊടുക്കൂല. ബർമേന്ന് വന്ന മുസ്ലിമീങ്ങൾക്കും കൊടുക്കൂല. ഇങ്ങനെ കുറെ കറങ്ങിക്കളികൾ ഇതിന്റെ പിന്നിൽ. പൗരത്വം കൊടുക്കുമെന്ന് പറയുന്ന ആളുകൾക്ക് മറ്റു നാടില്ലാത്തത് കൊണ്ടാണോ? മുസ്ലിങ്ങൾക്ക് പോകാൻ മറ്റു നാടുകളുണ്ടെന്ന് പറയുന്നു, അതുകൊണ്ട് പൗരത്വം കൊടുക്കുന്നില്ല. എന്നാൽ പൗരത്വം കൊടുക്കുമെന്ന് പറയപ്പെടുന്നവരിൽ ക്രൈസ്തവ സഹോദരങ്ങളിലെ ക്രിസ്ത്യാനികൾക്ക് ഈ ലോകത്ത് ഇന്ത്യയല്ലാതെ മറ്റൊരു രാജ്യവും ഇല്ലാത്തത് കൊണ്ടാണോ?
ബുദ്ധന്മാർക്ക് പൗരത്വം കൊടുക്കൂന്ന് പറഞ്ഞില്ലേ? ആ ബുദ്ധന്മാരായ സഹോദരങ്ങൾക്ക് പോകാൻ ഇന്ത്യ അല്ലാതെ മറ്റൊരു രാജ്യം ഇല്ലാത്തത് കൊണ്ടാണോ? അപ്പോ അതല്ല പ്രശ്നം. മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള വംശീയമായ മതം നോക്കിയിട്ടുള്ള ഒരു വിവേചനം മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പൗരത്വത്തിൽ നിന്ന് റദ്ദാക്കപ്പെടുന്ന മുസ്ലിമുകൾക്കൊന്നും പിന്നെ പൗരത്വം ലഭിക്കാൻ പോകുന്നില്ല. ഇപ്പൊ BJP-ക്കാരും RSS-കാരും ഒക്കെ ഗൃഹസമ്പർക്കവും മറ്റുമൊക്കെ നടത്തിയിട്ട് ഇന്നലെ ആലപ്പുഴയിൽ പോലും ഒഴിഞ്ഞ കസേരകൾ നോക്കിയിട്ട് BJP-യുടെ നേതാവിനൊക്കെ പ്രസംഗിക്കേണ്ടി വന്ന കാര്യങ്ങളുണ്ട്. എന്താ? CAA എന്ന പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമുകളെ ബാധിക്കുന്നതല്ല. ആയിക്കോട്ടെ, പക്ഷേ അമിത്ഷായും BJP-യുടെ നേതാക്കന്മാരും ഉൾപ്പെടെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്. ആസാമിലെ നടപ്പിലാക്കിയതുപോലെ ഇന്ത്യ മുഴുവനും NRC ദേശീയ പൗരത്വ പട്ടിക നടപ്പിലാക്കും എന്ന് പറഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങളിലും ജീവിക്കുന്ന ആളുകൾ ഞങ്ങളൊക്കെ പരമ്പരാഗത ഇന്ത്യൻ പൗരന്മാരാണ് എന്ന രേഖ ഹാജരാക്കണം. ആസാമിലെ നടപ്പിലാക്കിയതുപോലെ ഇന്ത്യ മുഴുവനും അത് നടപ്പിലാക്കുമെന്ന് പറയുമ്പോ ആസാമിൽ എങ്ങനെയാ നടപ്പിലാക്കിയത്? 1950-ൽ ഇവിടെ ഒരു കണക്കെടുപ്പ് നടന്നിരുന്നു. ആ കണക്കെടുപ്പ് തന്നെ അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് പല കോടതികളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ആ 950-ന് മുമ്പിലുള്ള കണക്കെടുപ്പിൽ നമ്മുടെയൊക്കെ മുതുമുത്തുച്ചന്മാര്, മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാരും തെളിയിക്കണം, മുതുമുത്തുച്ചന്മാര്, നമ്മളെയൊക്കെ അപ്പാപ്പന്മാര്, നമ്മുടെയൊക്കെ ഉപ്പുപ്പമാര് അന്ന് ജീവിച്ചിരിക്കുമ്പോ അവരുടെയൊക്കെ പേരുകൾ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എങ്കിൽ നമ്മളത് കൊണ്ടുവരണം. അന്നത്തെയൊക്കെ ഉപ്പുപ്പാമാരുടെ പേരെങ്കിലും അറിയാമോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. എന്തായിരുന്നാലും ആ പേര് തപ്പിപ്പിടിച്ചിട്ട് അവരുടെ പേര് അതിലുണ്ട് എങ്കിൽ ആ അഡ്രസ് ക്ലിയർ ആയി കുത്തിപ്പൊക്കണം. കുത്തിപ്പൊക്കല് മാത്രമല്ല, അവരിൽ നിന്ന് നമ്മളിലേക്ക് എത്തുന്ന കൃത്യമായ ലിങ്ക് തെളിയിക്കണം. ഇതൊക്കെ നടക്കുവോ? ആ ലിങ്ക് നമ്മൾ തെളിയിക്കണം. നിസ്സാര കാര്യമൊന്നുമല്ല. ഇനി അതിനും പറ്റിയില്ല എങ്കിൽ 970 മാർച്ച് മാസത്തിൽ ഇവിടെ ഇലക്ഷൻ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിലെങ്കിൽ ഇവരുടെ പേരുണ്ടോ എങ്കിൽ അത് കുത്തിപ്പൊക്കിയിട്ട് അവരിൽ നിന്ന് നമ്മിലേക്കുള്ള ലിങ്ക് നമ്മൾ കൊണ്ടുവരണം. ഇതിങ്ങനെ സ്വസ്ഥമായിട്ട് അങ്ങോട്ട് പറയുമ്പോ ആസാമില് നടന്ന എന്താണെന്നറിയോ? ആസാമില് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് വിനീത നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ ആസാമിലെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി 10-ലധികം ഹെൽപ്പ് ഡെസ്കുകൾ അവിടെ സ്ഥാപിക്കുകയുണ്ടായിരുന്നു. അന്ന് ഈ പറയുന്ന 7-8 രേഖകൾ മാത്രമല്ല, വാർഡ് മെമ്പറിന്റെ, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ, കളക്ടറിന്റെ, മേയറിന്റെ, MP-യുടെ, MLA-യുടെ ഉൾപ്പെടെ സംഘപരിവാരത്തിന് വിടുപണി ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ ഉൾപ്പെടെ വലിയ ഫയലുകളായിട്ടാണ് ഓരോ മനുഷ്യന് പോകേണ്ടി വരുന്നത്. അങ്ങനെ കൊണ്ടുപോകുമ്പോ നമ്മൾ തിരിച്ചറിയും ഒരു ഫയലിന്റെ കീഴിൽ 50-100 ആളുകൾക്കാണ് അവരുടെ രേഖകളും പൗരത്വം തെളിയിക്കേണ്ടി വരുന്നത്. അങ്ങനെ കൊണ്ടുവരുമ്പോ സ്വാഭാവികമായും നമുക്കറിയാലോ, ഗവൺമെന്റ് നടപടികളല്ലേ, ഒരക്ഷരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറും. ചിലപ്പോ ഇൻഷലൊക്കെ ഒന്ന് മാറും, വീട്ടുപേരോ അല്ലെങ്കിൽ വീടിന്റെ നമ്പരോ ഒക്കെ ജസ്റ്റ് ഒന്ന് മാറിപ്പോകും. അങ്ങനെ ഈ 100 പേർക്കിടയിൽ ഒരാളുടെയെങ്കിലും രേഖയിൽ ഒരു തെറ്റ് വന്നു പോയാൽ ആ 100 പേരുടെ അങ്ങോട്ട് തെള്ളിക്കളയുക, എങ്ങനെയും പൗരത്വത്തിൽ നിന്ന് അങ്ങോട്ട് പുറത്താക്കുക. സാര വിഷയമല്ല ഇത്, സാര കാര്യമല്ല ഇത്. നമുക്കൊക്കെ തോന്നിപ്പോകും, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, നമുക്ക് ആ പൗരത്വം ഒന്ന് ഹാജരാക്കിയാൽ എന്താ? പഴയ ഉപ്പുപ്പാന്റെ പേര് കിട്ടുമെങ്കിൽ അതുമൊക്കെ തപ്പിപ്പിടിച്ചു കൊണ്ടുവന്ന് ഹാജരാക്കി കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമല്ലോ.
കഴിഞ്ഞിട്ടല്ലേ ഇൻഷാ അല്ലാഹ് ജമാഅത്തായിട്ട് തന്നെ നിസ്കാരം നമുക്ക് നിർവഹിക്കാം. അതുകൊണ്ട് നമ്മളൊക്കെ യുദ്ധഭൂമിയിലാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒരല്പസമയം കൂടി ഇരിക്കും, പടച്ചോൻ സ്വീകരിക്കുമാറാകട്ടെ. അപ്പോ നമുക്കൊക്കെ തോന്നിപ്പോകും ഈ രേഖകൾ എങ്ങനെ ഹാജരാക്കിയാ പോരെ. ഇതിന്റെ ഈ ഒരു വിഷയം വന്നപ്പോ തുടക്കത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ പ്രഖ്യാപിച്ചു ഹെൽപ്പ് ഡെസ്കുകൾ തുറക്കും, എന്നിട്ട് രേഖകൾ നമുക്ക് ഹാജരാക്കാൻ സഹായിക്കും. കേരളത്തിലെ പേരുകേട്ട പല മഹല്ലുകളുടെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിരുന്നു, രേഖകൾ ഹാജരാക്കാൻ മഹല്ല് അവിടെയുള്ള അംഗങ്ങളെ സഹായിക്കുമെന്ന്. നമുക്കൊക്കെ ഒരു നിലപാടുണ്ടാകാൻ, നമുക്കൊക്കെ ഒരൊറ്റ നിലപാടേ ഉണ്ടാകാൻ പാടുള്ളൂ. സംഘപരിവാരത്തിന്റെ മുമ്പിൽ പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും എവിടെയെങ്കിലും ഹെൽപ്പ് ഡെസ്കുകൾ എന്ന പേരിൽ ആരെങ്കിലും എന്തെങ്കിലും തുറന്നുപോയാൽ ആ ഹെൽപ്പ് ഡെസ്കുകൾ മാത്രമല്ല അതിന്റെ ചുവട്ടിലിരിക്കുന്നവരെയും ഞങ്ങൾ വലിച്ചെറിയും. സംഘപരിവാരത്തിന്റെ മുമ്പിൽ പൗരത്വം തെളിയിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. കാരണം എന്താ? നമ്മൾ എന്ത് രേഖ ഹാജരാക്കിയിട്ടാണ് നമുക്ക് ഇവിടെ പൗരത്വം തരാൻ പോകുന്നത്? നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഇന്ത്യ രാജ്യത്തിന്റെ പ്രഥമ പൗരൻ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ പ്രസിഡന്റാണ്, ഒന്നാമത്തെ പൗരൻ. അങ്ങനെയെങ്കിൽ 2.5 വർഷക്കാലം ഈ രാജ്യത്തിന്റെ പ്രഥമ പൗരനായിരുന്ന മുസൽമാനായിരുന്നു ബഹുമാനനായ ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് സാഹിബ്. രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു 2.5 വർഷം, ഒന്നാമത്തെ പൗരൻ. വളരെ നല്ല മനുഷ്യനാണ്. ഒരുപാട് ഗുണഗണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ജീവിതകാലത്ത് തന്നെ ഒരുപാട് പുരസ്കാരങ്ങളും അനുമോദനങ്ങളും നേടിയിട്ടുള്ള മനുഷ്യൻ, രാഷ്ട്രീയമായും ആത്മീയമായും അംഗീകരിക്കപ്പെടേണ്ടുന്ന വ്യക്തിത്വം. കാരണം ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അധിക രാഷ്ട്രപതിമാർക്ക് ആർക്കും കിട്ടിയിട്ടില്ലാത്ത അപൂർവമായ ചില സംഭവങ്ങൾ ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് സാഹിബിന്റെ ജീവിതത്തിലുണ്ട്. അതിൽ ഒന്നാമത്തേത് രാഷ്ട്രീയമായി അംഗീകരിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിൽ തന്റെ ഔദ്യോഗിക കൃത്യം നിർവഹണത്തിനിടയിൽ രാഷ്ട്രപതിയായിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. ഇന്ത്യയിലെ 2 പ്രസിഡന്റുമാർ മാത്രമേ അങ്ങനെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മരിച്ചിട്ടുള്ളൂ. രണ്ടാമത്തേത്, നിസ്കാരത്തിന് സമയമായപ്പോൾ നിസ്കാരത്തിനു വേണ്ടി വുളൂഅ് ചെയ്ത് തയ്യാറാകാൻ പോകുമ്പോഴാണ് അദ്ദേഹം ഹൃദയസ്തംഭനം വന്ന അല്ലാഹുവിലേക്ക് യാത്രയാത്. ഇങ്ങനെ രാഷ്ട്രീയമായും ആത്മീയമായും അംഗീകരിക്കപ്പെടേണ്ടുന്ന വ്യക്തിത്വമാണ് ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് സാഹിബ്. അദ്ദേഹത്തിന്റെ കുടുംബക്കാരൊന്നും ആസാമിൽ ജീവിച്ചിരിപ്പുണ്ട്. NRC പ്രകാരം രേഖകൾ ഹാജരാക്കണമല്ലോ. ഒരു പ്രസിഡന്റിന്റെ കുടുംബക്കാർക്ക് രേഖകൾ കൊണ്ടുവരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടാവോ? അദ്ദേഹത്തിന്റെ കുടുംബക്കാര് രേഖകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്ത് രേഖ? ഞങ്ങളുടെ ഉപ്പാപ്പയായ ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് ലോകമറിയപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു, രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. രേഖകൾ കൊണ്ടുവന്നിട്ടുണ്ടാവൂലേ? അദ്ദേഹത്തിന്റെ മക്കളും ചെറുമക്കളും മരുമക്കളും പേരമക്കളുമാണ് ഞങ്ങളെന്ന് പറഞ്ഞ് പ്രസിഡന്റിന്റെ കുടുംബക്കാർ രേഖകൾ കൊണ്ടുവന്നു പോയിട്ട് പോലും ഫഖ്റുദ്ദീൻ അലി അഹമ്മദിന്റെ കുടുംബത്തിൽ പലരും ഇന്ന് ഇന്ത്യക്കാരല്ല. നമ്മൾ ചിന്തിക്കണം, ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ കുടുംബക്കാരുടെ കാര്യമോ പറയുന്നത്, അതല്ലാതെ ശാസ്താംകോട്ടയിലോ ICSലോ കരുനാഗപ്പള്ളിയിലോ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന എന്നെയും നിങ്ങളെയും പോലുള്ളവരല്ല. ആരും അറിയാതെ പോയ കൃഷിക്കാരായ നമ്മുടെയൊക്കെ ഉപ്പുപ്പമാരുടെ കാര്യമല്ല ഈ പറയുന്നത്. ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ കുടുംബക്കാര് കൊണ്ടുവന്ന രേഖകൾ സ്വീകരിച്ച് അവർക്ക് പൗരത്വം കൊടുത്തില്ല. പിന്നെ നമുക്കൊക്കെ കിട്ടുമെന്ന് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? 30 വർഷത്തിലധികം ഇന്ത്യക്ക് വേണ്ടി പട്ടാള സേവനം നടത്തിയ ആളായിരുന്നു സനാഉല്ലാ ഖാൻ സാഹിബ്. വെറും പട്ടാള സേവനമല്ല, BJPക്കാര് വലിയ കാര്യത്തിൽ ഉയർത്തിപ്പിടിക്കുക എന്നുള്ള ഒരു വിഷയമാണല്ലോ കാർഗിൽ യുദ്ധം. ആ കാർഗിൽ യുദ്ധത്തിൽ മരം കോച്ചെന്ന തണുപ്പത്ത് മഞ്ഞു മൂടിക്കിടക്കുന്ന കാർഗിലിന്റെ വനമടക്കുകളിൽ നിന്ന് ഇന്ത്യൻ പട്ടാളം പോരാട്ടം നടത്തുമ്പോൾ ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ബഹുമാനനായ സനാഉല്ലാ ഖാൻ സാഹിബ് പാകിസ്ഥാന്റെ പട്ടാളത്തെ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് 1 ഇഞ്ച് മണ്ണ് പോലും പിടിച്ചെടുക്കാൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പട്ടാളക്കാരും അനുവദിച്ചില്ല എങ്കിൽ ആ സനാഉല്ലാ ഖാൻ സാഹിബിന് അതിന്റെ പേരിൽ ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് ഔദ്യോഗികമായ ഒരു ബഹുമതി, ഒരു മെഡൽ ലഭിക്കുകയുണ്ടായി. അദ്ദേഹം ഇന്നും ആസാമിൽ ജീവിച്ചിരിപ്പുണ്ട്. സ്വാഭാവികമായും NRC വന്നപ്പോ അദ്ദേഹം രേഖകൾ ഹാജരാക്കിയിട്ടുണ്ടാവൂലേ? എന്ത് രേഖ? പാകിസ്ഥാനെതിരെ യുദ്ധം നടത്തിയതിന് തനിക്ക് രാഷ്ട്രപതിയിൽ നിന്ന് കിട്ടിയ അവാർഡ് ഉൾപ്പെടെ, അതിന്റെ ഫോട്ടോ ഉൾപ്പെടെ, 30 വർഷം പട്ടാള സേവനം ചെയ്തതിന്റെ ഡോക്യുമെന്റ്സ് ഉൾപ്പെടെ
അദ്ദേഹം ഹാജരാക്കിയിട്ടുണ്ടാകില്ലേ? പക്ഷേ ആ സനാഉല്ലാഹ് ഖാൻ സാഹിബ് ഇപ്പൊ ഇന്ത്യക്കാരനല്ല. ആസാമില് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, സയ്യിദ് അൻവറ തൈമൂർ എന്ന വനിതാ മുഖ്യമന്ത്രി. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിമായ വനിതാ മുഖ്യമന്ത്രിയായിരുന്നു സയ്യിദ് അൻവറ തൈമൂർ. ഇപ്പൊ അവർ ഇന്ത്യക്കാരിയല്ല. ചിന്തിക്കണം. സാധാരണക്കാരായ നമ്മളൊക്കെ അപ്പോ എന്ത് രേഖ കൊണ്ടു കൊടുത്താൽ ഇവന്മാര് സ്വീകരിക്കും? നമ്മളെ രേഖകളൊക്കെ നോക്കിയിട്ട് കക്ഷത്ത് വെച്ചിട്ട് പൗരത്വം തരാൻ വേണ്ടിയിട്ടാണ് അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ കളിക്കുന്നെന്ന് വിചാരിച്ചോ? അങ്ങനെ രേഖകൾ ഹാജരാക്കി പൗരത്വത്തിൽ നിന്ന് പുറത്തുപോയാൽ അവിടെയാണ് CAA പ്രകാരം മുസ്ലിങ്ങളൊക്കെ പുറത്തോട്ട് തന്നെ, ബാക്കിയുള്ളവരൊക്കെ അകത്തോട്ട്. അവിടെയാണ് നമ്മൾ ചോദിക്കുന്നത്, NRCയും CAAയും ചേർന്ന് കഴിയുമ്പോൾ ഈ രാജ്യത്ത് വലിയ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും പൗരത്വം റദ്ദാക്കപ്പെടലും ഒക്കെ ഉണ്ടാവും. പിന്നിപ്പോ NPR എന്ന് പറഞ്ഞിട്ട് 10 വർഷം കൂടുമ്പോ അങ്ങനെ ഒരു കണക്കെടുക്ക ഉണ്ട്. പക്ഷേ ഇപ്പൊ നമ്മൾ അതിനെയും ബഹിഷ്കരിക്കണമെന്ന് പറയാനുള്ള കാരണം, പാർലമെന്റിൽ നടന്ന ഒരു ചോദ്യോത്തര വേളയിൽ NPR NRCയുടെ ആദ്യ നടപടി എന്നുള്ള നിലയിൽ പറയപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പ്രത്യേകമായ യുദ്ധകാലാടിസ്ഥാനത്തിൽ NPR നടത്തുവാനോ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിലേക്ക് അംഗനവാടി ഉദ്യോഗസ്ഥരെന്ന് പറയപ്പെട്ടുകൊണ്ട് നമുക്ക് ഇന്നലെ വരെ പരിചയമുള്ളവർ കടന്നു വന്നാലോ സഹകരിക്കാൻ നമ്മൾ പാടില്ല. കാരണം അത്രത്തോളം അപകടത്തിലേക്ക് രാജ്യം പോവുകയാ. പൗരത്വം നമ്മളൊക്കെ തെളിയിച്ച് ഹാജരാക്കണം. ഇപ്പോ അറിഞ്ഞ വിവരം വെച്ചിട്ട് 2020 ഏപ്രിൽ 1 മുതൽ സെപ്റ്റംബർ അവസാനം വരെ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ വീടുകളിലേക്കും നാടുകളിലേക്കും വന്നിട്ട് പൗരത്വത്തിന്റെ രേഖകൾ ചോദിക്കുന്ന പറഞ്ഞ ചിലപ്പോ അതൊക്കെ ഇവിടെ മാറി വന്നേക്കാം. പക്ഷേ ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാമൊക്കെ ഒരു തീരുമാനമെടുക്കുക, നമ്മളൊക്കെ ഒരു നിലപാടെടുക്കുക. പൗരത്വം ഛേദിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരുത്തം നമ്മുടെ നാട്ടിലേക്കോ വീട്ടിലേക്കോ വന്നാൽ ആ പൗരത്വം ചോദിച്ചു വരുന്നവന്റെ മുമ്പിൽ നമ്മുടെയൊക്കെ പൗരുഷം നമ്മൾ കാണിച്ചു കൊടുക്കുക. അതിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്. അതിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്. പൗരത്വം കാണിക്കണമെന്ന്. ഇന്ത്യയിലെ മുസ്ലിമുകൾ ആരുടെ മുമ്പിലാണോ പൗരത്വം കാണിക്കേണ്ടത്? വെള്ളക്കാരന്റെ ചെരുപ്പ് നക്കിയിട്ട് ഇവിടെ ജീവിക്കാൻ അനുവാദം നേടിയെടുത്ത RSSകാരന്റെ മുമ്പിലോ, വെള്ളക്കാരന് മാപ്പെഴുതി കൊടുത്ത ഗുരുജിമാരുടെ മക്കളുടെ മുമ്പിലോ, വെള്ളക്കാരുടെ അടിവസ്ത്രം കഴുകിയ നിങ്ങളുടെ മുമ്പിലോ? ഞങ്ങളുടെയൊക്കെ മുൻഗാമികൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിൽ വെന്തുരുകുമ്പോൾ ബ്രിട്ടീഷ് രാജ്ഞിയുടെ അടിവസ്ത്രത്തിന് കീഴിൽ പാദസേവ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ മുമ്പിൽ പൗരത്വം തെളിയിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലടോ? ഞങ്ങൾക്ക് മനസ്സില്ല. പൗരത്വം അറിയണോ നിനക്കൊക്കെ? സംഘപരിവാരകാരന് ഇന്ത്യയിലെ മുസ്ലിമിന്റെ പൗരത്വം അറിയണോ? എങ്കിൽ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് തെളിയിക്കാനുള്ളത് പൗരത്വമല്ല, ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കാൻ പോകുന്നത് ഞങ്ങളുടെ പാരമ്പര്യമാണ്. പൗരത്വമല്ല, ഞങ്ങൾ തെളിയിക്കാൻ പോകുന്നത് പാരമ്പര്യമാണ്. നിനക്കൊക്കെ വേണമെങ്കിൽ വന്നുകൊള്ളുക. ഞങ്ങൾ ആരെന്നറിയണോ? എങ്കിൽ കമൽ സി നജ്മൽ ഇപ്പോ താമസിക്കുന്നു എന്ന് പറയുന്ന മലപ്പുറത്തിന്റെ ജില്ലയിലേക്ക് നിങ്ങൾ പോവുക. അവിടെ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് അദ്ദേഹം നിർദ്ദേശങ്ങൾ കൊടുത്ത മമ്പുറത്തെ പള്ളിയുടെ അകത്തളങ്ങളിലേക്ക് പോയാൽ ഇന്നും വെള്ളക്കാർക്കെതിരെ ബഹുമാനനായ മമ്പുറം തങ്ങൾ അതിശക്തമായി അദ്ദേഹം പുറപ്പെടുവിച്ച ഫത്വകൾ ഇന്നും ആ പള്ളിയുടെ അകത്തളങ്ങളിൽ അലയടിക്കുന്നുണ്ട്. സംഘപരിവാരൻ അവിടെ ചെന്നിട്ട് നോക്ക് മുസ്ലിമുകളുടെ പാരമ്പര്യം എന്താണ് എന്ന്. നിങ്ങളുടെ എന്താണെന്നറിയണോ? വിനീതൻ ഖാസിമി ബിരുദമെടുത്ത ഏഷ്യ വൻകരയിലെ ഏറ്റവും വലിയ ഒരു സ്ഥാപനമുണ്ട്, ദാറുൽ ഉലൂം ദൈവം എന്നൊരു സ്ഥാപനം. ആ സ്ഥാപനത്തിന്റെ തൊട്ടടുത്ത് ഖൂനി മസ്ജിദ് എന്ന പേരുള്ള ഒരു പള്ളിയുണ്ട്. നിങ്ങൾ ആ പള്ളിയിലേക്ക് പോകണം, RSSകാരോട് പറയുകയാ. എന്നിട്ട് ആ പള്ളിക്കുള്ളിലേക്ക് കയറി ആ പള്ളിയിൽ പൂശിയിരിക്കുന്നതായ വെള്ള കുമ്മായമുണ്ട്. ആ കുമ്മായം പതിയെ ഇങ്ങനെ ചുരണ്ടി ഇളക്കിയാൽ അല്പസമയം കഴിയുമ്പോ ആ വെള്ളം മാറി 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 വന്നിട്ടൊരു ചുമന്ന നിറത്തിലേക്ക് നിങ്ങൾ എത്തും. ആ ചുമന്ന നിറത്തിന് രക്തത്തിന്റെ ഗന്ധമുണ്ടാകും. ആരുടെ രക്തമാണെന്നറിയുമോ? സ്വാതന്ത്ര്യ സമരത്തിന്റെ മാർഗത്തിൽ പോരാട്ടം നടത്തിയതുകൊണ്ട് നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം പണ്ഡിതന്മാരുടെ പിന്നിൽ വെള്ളപ്പട്ടികൾ അണിനിരന്നിട്ട് അവർ സുജൂദിൽ കിടക്കുമ്പോ അവരുടെ മേലെ തുരുതുര വെടിയുതിർത്തിട്ട് ആ ധീര പോരാളികളായ പണ്ഡിതന്മാരുടെ ശരീരത്തിൽ രക്തവും മാംസവും ഒക്കെ പള്ളിയുടെ
പള്ളിയുടെ 4 ചുവരുകളിലേക്കും ചിഹ്നിച്ചെതറി ആ രക്തം ഇവിടെ കട്ട പിടിച്ചിരിപ്പുണ്ടോ എങ്കിൽ ഈ പാരമ്പര്യമാണോ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് തെളിയിക്കാനുള്ളത്? അല്ലാഹുവിന്റെ ഭൂമിയിൽ വെള്ളപ്പട്ടികൾക്ക് കപ്പം കൊടുക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ മഹാനായ വെളിയങ്കോട് ഉമർ ഖാലി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ പാരമ്പര്യമാണ് ഇന്ത്യയൊക്കെ മുമ്പിൽ ഞങ്ങൾക്ക് ബോധിപ്പിക്കുവാനുള്ളത്. ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം നടത്തൽ ഓരോ മുസൽമാന്റെയും വ്യക്തിപരമായ നിർബന്ധ ബാധ്യത എന്ന ഫത്വ കൊടുത്ത ഷാ അബ്ദുൽ അസീസ് ദഹ്ലവിയുടെയും ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെയും പാരമ്പര്യമാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്. വെള്ളക്കാരന്റെ തീതുപ്പുന്നതൊക്കെ കുടലുകൾ മാറോട് ചേർത്ത് വെച്ചിട്ട് ധൈര്യമുണ്ടെങ്കിൽ വെക്കടാപടി എന്ന് പ്രഖ്യാപിച്ച മുഹമ്മദ് ഇസ്മായിൽ ദഹ്ലവിയുടെ, റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെ, ഖാസിം നാനൂത്തവിയുടെ, അഷ്റഫ് അലി താനവിയുടെ അതുപോലെയുള്ള ആയിരക്കണക്കിന് തീരപണ്ഡിത വീരകേസരികളുടെ ദേശാഭിമാനികളുടെ പാരമ്പര്യമാ സംഘപരിവാരത്തിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് ബോധിപ്പിക്കാനുള്ളത്. അല്ലാതെ നിന്റെ ഒന്നും മുമ്പിൽ പൗരത്വം തെളിയിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. പൗരത്വം തെളിയിക്കാൻ മനസ്സില്ല അല്ലേ? നമ്മൾ തിരിച്ചറിയണം സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതെന്തിനാണ്? കുടിയേറ്റക്കാരെ കണ്ടെത്തി പുറത്താക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. നമ്മൾ തിരിച്ചറിയണം സംഘപരിവാരത്തിന്റെ മുമ്പ് ഇവിടെ കമൽ സാഹിബ് സൂചിപ്പിച്ചതുപോലെ 925 ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ലോകത്തെ ഏറ്റവും നിന്ദ്യവും നികൃഷ്ടവുമായ ഭീകര ജന്തുക്കളുടെ സംഘടനയാണ് RSS. ആ RSSന് ചില പദ്ധതികളുണ്ട്. 100 കൊല്ലമാവുമ്പോ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം. ഏത് ഹിന്ദു രാഷ്ട്രമാ? ഇവിടെയുള്ള ഹിന്ദു സഹോദരന്മാർക്കെല്ലാം കിട്ടുന്ന സ്വർഗരാജ്യമാണെന്ന് കരുതല്ലേ? വരേണ്യ ബ്രാഹ്മണ സവർണ ആധിപത്യമുള്ള ഒരു ഹിന്ദു രാഷ്ട്രം. ആ 100 കൊല്ലത്തിന് 100 കൊല്ലം തികയാൻ 5 കൊല്ലവും കൂടെ ഉള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ് മുസ്ലിമുകൾക്കെതിരെ പൗരത്വ നടപടിയായിട്ട് വന്നത്. ഇത് മുസ്ലിമീങ്ങളെ കൊണ്ട് തീരുവോ? ഇല്ല. സംഘപരിവാരം ഈ ഹിന്ദു രാഷ്ട്ര സങ്കല്പത്തിന്റെ ഭാഗമായി ഇവിടെ ചില ശത്രുക്കളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ശത്രുക്കൾ മാത്രമാണ് ഇവിടുത്തെ മുസ്ലിമുകൾ. സംഘപരിവാരത്തിന്റെ ഒന്നാമത്തെ ശത്രുക്കളാണ് ഇവിടെ മുസ്ലിമുകൾ. നമ്മളൊന്ന് തിരിച്ചറിയണം. സംഘപരിവാരം ഇന്ത്യ രാജ്യത്തെ മുസ്ലിമുകളെ അവരുടെ ഒന്നാമത്തെ ശത്രുക്കളായി പ്രഖ്യാപിച്ചതിൽ മുസ്ലിമുകൾ എന്നുള്ള നമുക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. കാരണം സംഘപരിവാരം എന്ന ലോകം കണ്ട ഏറ്റവും നിന്ദ്യമായ, ഏറ്റവും നികൃഷ്ടമായ, ഏറ്റവും വൃത്തികെട്ട ഒരാശയവും ആദർശവും വെച്ച് പുലർത്തുന്ന ഈ RSSകാരും സംഘപരിവാരവും ഇന്ത്യ രാജ്യത്തെ മുസ്ലിമുകളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്തെങ്കിലും നിലയുണ്ടോ? അപ്പൊ അതുകൊണ്ട് നമ്മളെ ഒന്നാമത്തെ ശത്രുക്കളായി പ്രഖ്യാപിച്ചതിൽ സന്തോഷമേ ഉള്ളൂ. അൽഹംദുലില്ലാഹ്. ആ ഒന്നാമത്തെ ശത്രുക്കളെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ എളുപ്പമാ. രണ്ടാമത് സംഘപരിവാരം ശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടുത്തെ ക്രിസ്ത്യാനികളായ സഹോദരങ്ങളെയാ. ഇപ്പൊ പൗരത്വം കൊടുക്കാൻ കൂടെ നിർത്താന്നൊക്കെ പറയും. പക്ഷേ ഒന്നാമത്തെ ശത്രുക്കളെ കൈകാര്യം ചെയ്ത രണ്ടാമത്തെ ശത്രുക്കളുടെ നേരെ തിരിയും. പലപ്പോഴും തിരിഞ്ഞിട്ടില്ലേ? ഒറീസയിലും മറ്റു പല ഭാഗങ്ങളിലും ക്രൈസ്തവ മിഷനറി പ്രവർത്തകന്മാരെ സംഘപരിവാരം കൈകാര്യം ചെയ്തിട്ടില്ലേ? നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ലഘുലേഖകളുമായി ക്രൈസ്തവ മതത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന ക്രൈസ്തവ സഹോദരങ്ങളെ പിടിച്ചു നിർത്തി കാരണത്ത് മാറി മാറി അടിച്ചിട്ട് അവരെ കൊണ്ട് ആ ലഘുലേഖ വലിച്ചു കീറിയ സംഘപരിവാരത്തിന്റെ രംഗം നമ്മൾ കണ്ടിട്ടില്ലേ? ഒറീസയിലൊക്കെ എത്രയോ ക്രൈസ്തവ ചർച്ചകൾ തകർത്ത് തരിപ്പണമാക്കി തീ വെച്ച് നശിപ്പിച്ചിട്ടുണ്ട്. ഗ്രഹാം സ്റ്റെയിൻ എന്ന ആസ്ട്രേലിയക്കാരനായ മിഷനറി പ്രവർത്തകനെ നമ്മളിൽ പലരും മറന്നിട്ടുണ്ടാവില്ല. അദ്ദേഹവും അദ്ദേഹത്തിന്റെ 8-9 വയസ്സുള്ള മക്കളും ഒരു രാത്രിയുടെ നിശബ്ദതയിൽ റോഡിന്റെ സൈഡിൽ കാർ പാർക്ക് ചെയ്തിട്ട് അതിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ ആ ഉറങ്ങുന്ന കുഞ്ഞു മക്കളെ ഉൾപ്പെടെ കാറോടുകൂടി കത്തിച്ചരിച്ചു കളഞ്ഞ സംഘപരിവാരം. അവർക്ക് രണ്ടാമത് ശത്രുതയുള്ള ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങളോടാണ്. മൂന്നാമതായി സംഘപരിവാരം ശത്രുത പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരായ സഹോദരി സഹോദരന്മാരോടാണ്. എന്നിട്ട് ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ശത്രുവിനെ നിഷ്കാസനം ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊരു ഹിന്ദു രാഷ്ട്രം ഇവിടെ ഉണ്ടാക്കാം. ഏത് ഹിന്ദു രാഷ്ട്രം? മനുസ്മൃതിയുടെ നിയമം നടപ്പിലാക്കപ്പെടുന്ന ചാതുർവർണ്ണ
നടപ്പിലാക്കപ്പെടുന്ന ഒരു ഹിന്ദു രാഷ്ട്രം. ബ്രാഹ്മണരെന്ന പേരിൽ, ക്ഷത്രിയന്മാരെന്ന പേരിൽ, വൈശ്യന്മാരെന്ന പേരിൽ, ശൂദ്രന്മാരെന്ന നിലയിൽ ജനങ്ങളെ ജാതീയതയുടെ വേലിക്കെട്ടുകൾ സൃഷ്ടിച്ച പല തട്ടുകളിലാക്കി മാറ്റികെട്ട് വിദ്യാഭ്യാസം നേടാൻ അനുവാദമില്ലാതെ, അധ്വാനിക്കാൻ അനുവാദമില്ലാതെ, സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കാൻ അനുവാദമില്ലാതെ ഈ രാജ്യത്തെ കീഴാളന്മാര്, ഇവിടുത്തെ ദലിതന്മാര്, ഇവിടുത്തെ പറയന്മാര്, ഇവിടുത്തെ പുലയന്മാര്, ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യര്, ആദിവാസികളെ ഉൾപ്പെടെ അടിച്ചമർത്തുന്ന ഒരു ഹിന്ദു രാഷ്ട്ര സങ്കല്പത്തിലേക്കാണ് സംഘപരിവാരം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയുണ്ടായിരുന്നു ഇവിടെ. ബ്രാഹ്മണ വരേണ്യ സവർണ ആധിപത്യമുള്ള ഒരു ഇന്ത്യ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ദലിത് കുടുംബത്തിൽപ്പെട്ട കീഴാളന്മാരായ, പാവപ്പെട്ടവരായ, പുലയന്മാരായ, ഈഴവന്മാരായ ഇന്ത്യ രാജ്യത്തെ കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർ പ്രായപൂർത്തിയെത്തിയ പുരുഷന്മാരാണ് എങ്കിൽ മൂക്കിന് താഴെ ആണത്തത്തിന്റെ അടയാളമായി മീശ വളർത്താൻ ഈ ബ്രാഹ്മണ തമ്പ്രാക്കന്മാർ അനുവാദം കൊടുക്കൂലായിരുന്നു. പ്രായപൂർത്തിയെത്തിയ സ്ത്രീകൾക്ക് ഇപ്പൊ അതിന്റെ പേരിൽ ഒരു പുതിയ സിനിമ റിലീസാകാൻ പോവുകയാ. അവിടെ പ്രായപൂർത്തിയെത്തിയ സ്ത്രീകൾക്ക് അവരുടെ മാറ് മറയ്ക്കാൻ അവകാശമില്ല. അങ്ങനെ മറയ്ക്കണമെങ്കിൽ അവർ പ്രത്യേക കരം കൊടുക്കണം തമ്പ്രാക്കന്മാരുടെ മുമ്പില്. അങ്ങനെ ഒരു ഇന്ത്യക്ക് വേണ്ടിയിട്ടാ. ഒരു കുടുംബത്തിലെ മൂത്ത നമ്പൂരി മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. ബാക്കി നമ്പൂരിമാരുടെയൊക്കെ ശാരീരിക കാമ ഇച്ഛ പൂർത്തീകരണത്തിന് ദലിത് കുടുംബത്തിലെ അമ്മ പെങ്ങന്മാര് പോണം. ആ ഇന്ത്യക്ക് വേണ്ടിയിട്ടാ സംഘപരിവാരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പലപ്പോഴും പല സിനിമകളിലും ഫീച്ചറുകളിലും ഒക്കെ തമ്പ്രാക്കന്മാരുടെ പല്ലക്കു ചുമന്നു വരുന്ന മല്ലന്മാർ ഹോയ് ഹോയ് എന്ന ശബ്ദമുയർത്തുമ്പോ എന്തിനു വേണ്ടിയിട്ടാ? ആ ശബ്ദപരിധിക്കുള്ളിലെങ്ങാനും ഒരു കീഴാളനുണ്ട് എങ്കിൽ പൊതുവഴിയിൽ നിന്ന് 32 അടി വാരം മാറി നിൽക്കണം അവൻ. എങ്ങനെ? മേൽമുണ്ടെടുത്ത് മുഖത്തിന് നേരെ വെച്ച് കൈകൂപ്പി തലതാഴ്ത്തി യശുവ തമ്പ്ര എന്ന് വിളിച്ചിട്ട് മാറി നിൽക്കണം. അങ്ങനെ ഒരു ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാ സംഘപരിവാരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തിരിച്ചറിയണം നമ്മൾ. പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന കല്ലിനോട് മണ്ണിനോട് പടവെട്ടുന്ന ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗക്കാരൻ തമ്പ്രാക്കന്മാർക്ക് വേണ്ടിയിട്ട് അവർ അധ്വാനിച്ചെടുത്തത് മുഴുവനും കൊടുക്കണം. കൂലി എങ്ങാനും ചോദിച്ചാൽ കൂലി ചോദിക്കുന്ന ചെളിപ്പാടത്തിൽ ചവിട്ടിത്താഴ്ത്തി കൊന്നുകളയും. എങ്ങനെയാ ഭക്ഷണം കൊടുക്കുന്നത്? കണ്ണത്താ ദൂരത്തോട്ട് മാറ്റിയിട്ട് ഒരു കുഴി ഒഴിച്ച് ആ കുഴിയിൽ ഒരു ഇല കൊണ്ടിട്ടിട്ട് ഭക്ഷണം എങ്ങനെ അതിൽ കൊണ്ടിട്ട് കൊടുക്കും? നായകൾക്കും കന്നുകാലികൾക്കും കൊടുക്കുന്നത് പോലെ ഈ ഒരു ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാ സംഘപരിവാരം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയോ, ഏതെങ്കിലും ഒരു ദലിതൻ അല്ലെങ്കിൽ ഒരു താഴ്ന്ന ജാതിക്കാരൻ പൊതുവഴിയിലൂടെ നടക്കുമ്പോ അവന്റെ വസ്ത്രത്തിന്റെ പിന്നാലെ അവനൊരു ചൂല് കെട്ടി തൂക്കിയിടണം. എന്തിനാ? അവന്റെ കാലടിപ്പാടുകൾ ഈ മണ്ണിൽ പതിഞ്ഞാൽ പിന്നിൽ കെട്ടിയിരിക്കുന്ന ചൂല് വന്നിട്ട് അതിങ്ങനെ മായിച്ചു പോകണം. ജീവിച്ചിരുന്നു എന്ന കാലടിപ്പാടുകൾ പോലും ഭൂമിയിൽ മണ്ണിൽ പതിയാൻ അവകാശമില്ലാത്ത ദലിതരെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹിന്ദു രാഷ്ട്ര സങ്കല്പവുമായി സംഘപരിവാരം വന്നിരിക്കുകയാണ്. ആ ഹിന്ദു രാഷ്ട്ര സങ്കല്പത്തിൽ ബ്രാഹ്മണ സവർണ ആധിപത്യം നേടിയെടുക്കുന്നതിനിടയിൽ അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ മുസ്ലിമീങ്ങളാണ്. കാരണം ഈ ബ്രാഹ്മണ ആധിപത്യം നടന്നുകൊണ്ടിരിക്കുമ്പോ കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് ഇസ്ലാം കടന്നു വരികയും സംഘപരിവാരം ബ്രാഹ്മണന്മാർ, വരേണ്യന്മാർ അകറ്റി മാറ്റി നിർത്തിയ ഇവിടുത്തെ കീഴാളന്മാരെ മുസ്ലിമുകളൊപ്പം നിർത്തി അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു, അവരോടൊപ്പം ജോലി ചെയ്തു, അവർ ചെയ്യുന്ന ജോലിക്ക് നല്ല കൂലി കൊടുത്തു, അവരുടെ തോളത്ത് കൈയിട്ടു. അറിയല്ലോ, ടിപ്പു സുൽത്താൻ കേരളത്തിന്റെ മണ്ണിലൂടെ ചൈത്രയാത്ര നടത്തുമ്പോ ഇന്നും തൃശൂരിൽ ചേലക്കര എന്ന പേരുള്ള ഒരു സ്ഥലമുണ്ട്. ടിപ്പു സുൽത്താൻ അതുവഴി കടന്നു പോകുമ്പോ മൈസൂർ സുൽത്താനെ കണ്ടിട്ട് മാറു തുറന്നിട്ട് താണുവണങ്ങി നിന്ന അമ്മ പെങ്ങന്മാരെ കണ്ടിട്ട് ടിപ്പു സുൽത്താൻ മുഖം തിരിച്ചു. ഇവരെന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഇത് ബ്രാഹ്മണ തമ്പ്രാക്കന്മാരുടെ നിയമമാണ്. ടിപ്പു പറഞ്ഞു, ഏത് തമ്പ്രാന്റെ നിയമമായാലും ടിപ്പുവിന്റെ മണ്ണിൽ ഇത് അനുവദിക്കൂല. അന്ന് അവിടെ വെച്ചിട്ട് അവർക്ക് മാറുമറയ്ക്കാനുള്ള വസ്ത്രം, ചേല എന്നാണ് ആ വസ്ത്രത്തിന് പറയുന്നത്, അത് ടിപ്പു സുൽത്താൻ വിതരണം ചെയ്തു. ആ നാടിനൊന്നും ചേലക്കര എന്ന പേര് പറയുന്നത്. അതുകൊണ്ട് തന്നെ സവർണ ബ്രാഹ്മണ വരേണ്യാധിപത്യത്തിനെതിരിൽ ഇസ്ലാം മുൻപന്തിയിൽ നിൽക്കുന്നു എന്നതുകൊണ്ട് മുസ്ലിമീങ്ങളെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. മുസ്ലിമീങ്ങളെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. എന്നിട്ട് സംഘപരിവാരത്തിന് ഇവിടെ ഒരു ബ്രാഹ്മണ രാഷ്ട്രം ഉയർത്തിക്കൊണ്ടുവരണം, ഒരു ബ്രാഹ്മണ രാജ്യം അവർക്ക് ഉയർത്തിക്കൊണ്ടുവരണം.
നമുക്കറിയല്ലോ. അടുത്ത വെള്ളിയാഴ്ച രോഹിത് വെമുല എന്ന ചെറുപ്പക്കാരന്റെ ചിത്രവും നാമവും ഇന്ത്യ രാജ്യം മുഴുവൻ ഒരുപക്ഷെ ഉയർത്തപ്പെട്ടേക്കും. ദലിതന്മാർ വിദ്യാഭ്യാസം നേടാൻ യോഗ്യതയില്ലാത്തവരാണ്, അധ്വാനിക്കാൻ യോഗ്യതയില്ലാത്തവരാണ്, അവരൊന്നും തമ്പ്രാക്കന്മാരുടെ കാൽക്കീഴിലിട്ട് ചവിട്ടി മെതിക്കാൻ വിധിക്കപ്പെട്ടവരാണ്, ചെരുപ്പ് കുത്താനും മലം ചുമക്കാനും വിധിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ദലിതന്മാർ ഉയർന്നു വരാൻ പാടില്ല എന്ന മനുസ്മൃതിയുടെ നിയമത്തിന്റെ പേരിൽ രോഹിത് വെമുല എന്ന ഗവേഷണ വിദ്യാർത്ഥിയായ ചെറുപ്പക്കാരൻ പഠിച്ചൊരു ഗവേഷകനാകുമെന്ന് തിരിച്ചറിഞ്ഞപ്പോ സംഘപരിവാരത്തിന്റെ വർഗീയത തലയ്ക്ക് പിടിച്ച ഗുണ്ടകൾ ആ ചെറുപ്പക്കാരൻ താമസിച്ച കേന്ദ്രങ്ങളിലേക്ക് ചെന്നവനെ അടിച്ചു പുറത്തിറക്കി. അവൻ താമസിച്ച റൂമിലും ഹോസ്റ്റലിലും ഉൾപ്പെടെ ചാണകവെള്ളം തളിച്ചു ശുദ്ധികലശം നടത്തുമ്പോൾ എന്റെ ജനനമാണ് എന്റെ ശാപമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുണ്ട് കയറിൽ ആ ചെറുപ്പക്കാരൻ ജീവനൊടുക്കി കളഞ്ഞു എങ്കിൽ ഈ സംഘപരിവാരത്തിന്റെ ഇന്ത്യയിൽ സാധാരണക്കാരായ ഹിന്ദു സഹോദരങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുമെന്ന് നമ്മൾ കരുതുന്നുണ്ടോ? ഗുജറാത്തിലും ഒറീസയിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലുമൊക്കെ ഇന്നെന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? നിസാരമായ കുറ്റങ്ങൾ ചാർത്തിക്കൊടുത്ത് ആരോപിച്ചിട്ട് ഹിന്ദു കുടുംബത്തിലെ താഴ്ന്നവരായ അമ്മപെങ്ങന്മാരെ പരിപൂർണ്ണ നഗ്നരാക്കി അവരുടെ മാനം പിച്ചി ചിന്തിയിട്ട് പരസ്യ വിചാരണയ്ക്ക് വിധേയരാക്കുന്ന സംഘപരിവാരത്തിന്റെ ഹിന്ദു രാഷ്ട്രത്തിൽ സാധാരണക്കാരായ ഹൈന്ദവ സഹോദരങ്ങൾക്ക് സമാധാനത്തോടുകൂടി കഴിയാൻ പറ്റുമെന്ന് നമ്മൾ ഓരോരുത്തരും കരുതുന്നുണ്ടോ? ഇന്ന് നമുക്ക് ഉനയും ഹരിയാനയൊന്നും നമ്മൾ മറന്നിട്ടില്ലല്ലോ. തെരുവോരങ്ങളിൽ ചത്തുപോയിട്ട് പുഴുവെടുത്ത് ചീഞ്ഞു മാറുന്ന പശു, ആ പശുവിന്റെ ശരീരത്തിലെ തോലുരിച്ചെടുത്തിട്ട് അത് കടകമ്പോളങ്ങളിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്താൽ 300-400 രൂപ കിട്ടുമ്പോൾ കുറച്ചു ദിവസത്തേക്ക് തങ്ങളുടെ കുടുംബത്തിന്റെ പട്ടിണി മാറുമല്ലോ എന്ന് കരുതുന്ന അവിടുത്തെ ദലിതുകളായ സഹോദരന്മാർ ചീഞ്ഞു മാറുന്ന പശുവിന്റെ തോലുരിച്ചെടുത്ത് കമ്പോളത്തിൽ കച്ചവടം ചെയ്തതിന്റെ പേരിൽ ആ ദലിതുകളായ സഹോദരന്മാരെ പട്ടാപ്പകല് പൊരുവയിലെത്ത് പോസ്റ്റിൽ കെട്ടിയിട്ട് പേപ്പട്ടികളെ പോലെ തല്ലിച്ചതച്ച സംഘപരിവാരത്തിന്റെ ഹിന്ദു രാഷ്ട്രത്തിൽ ഇവിടുത്തെ ദലിതുകൾക്ക് സമാധാനത്തോടുകൂടെ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇന്ത്യ മുഴുവനും കക്കൂസ് പണിയാൻ വേണ്ടി നടക്കുക പ്രധാനമന്ത്രി. എന്നാൽ തന്റെ വീട്ടിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഒരു ശൗചാലയമില്ലാത്തതിന്റെ പേരിൽ തൊട്ടടുത്ത് ഒരു ഒഴിഞ്ഞ ഉപയോഗശൂന്യമായ പറമ്പിലേക്ക് 10-11 വയസ്സുള്ള 2 കുഞ്ഞുങ്ങൾ പോയി അവരുടെ ആവശ്യം നിർവഹിച്ചു. എന്നാൽ കീഴാളന്മാരായ നിങ്ങൾ മേലാളന്മാരുടെ പറമ്പിൽ വന്ന മലമൂത്ര വിസർജനം നടത്തിയെന്ന് ചോദിച്ചിട്ട് ആ കുഞ്ഞുങ്ങളെ തല്ലിക്കൊന്നിട്ട് ആ കുഞ്ഞുങ്ങളുടെ തുണിയിൽ പൊതിഞ്ഞ മൃതശരീരമല്ലേ പിറ്റേ ദിവസം നമ്മൾ കണ്ടത്? എന്തിനാ 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പോലും വെറുതെ വിട്ടോ? വീട്ടിലല്ലേ 1.5 വയസ്സുള്ള കുഞ്ഞ്. ആ കുഞ്ഞുങ്ങൾക്ക് എന്തറിയാം? കിടക്കുന്ന കിടക്കയിൽ മൂത്രമൊഴിക്കും, നമ്മുടെ മുഖത്ത് മൂത്രമൊഴിക്കും, ചിലപ്പോ ഭക്ഷണത്തിന് മൂത്രമൊഴിക്കും. 1.5 വയസ്സൊരു കുഞ്ഞ് ദാ ഇതുപോലൊരു വഴിയിൽ മൂത്രമൊഴിച്ചപ്പോ ദലിത് കുടുംബത്തിൽപ്പെട്ട നീ വഴിയിൽ മൂത്രമൊഴിച്ചോ എന്ന് വെച്ച് ഒന്നും അറിയാത്ത 1.5 വയസ്സുള്ള കുഞ്ഞിനെ കശാപ്പ് ചെയ്ത സംഘപരിവാരം ഇവരുടെ ഹിന്ദു രാഷ്ട്രത്തിൽ എങ്ങനെയാ സഹോദരങ്ങളെ, ഹൈന്ദവ സഹോദരങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്നത്? കൊണ്ട് തിരിച്ചറിയണം, ഇത് മുസ്ലിമുകളുടെ പ്രശ്നമല്ല, ഇതൊരു ആലങ്കാരിക പദപ്രയോഗമൊന്നുമല്ല. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയൊക്കെ ഞങ്ങളുടെ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നൊന്നുമല്ല, മറിച്ച് ഇത് രാജ്യത്തിന്റെ പ്രശ്നമാണ്. ഇതിനെ കൃത്യമായി തിരിച്ചറിഞ്ഞ് നാം തടഞ്ഞില്ല എങ്കിൽ വലിയ അപകടത്തിലേക്ക് നമ്മുടെ രാജ്യമെത്തും. അതിനു വേണ്ടിയിട്ടുള്ള കളികളാ സംഘപരിവാരം കളിക്കുന്നത്. അതാണല്ലോ ഇതിനെയൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് മറികടക്കാൻ കുറെ ആളുകളെ അവരിങ്ങനെ ഇറക്കുകയാണല്ലോ. അല്ലേ? കേന്ദ്രത്തിൽ നിന്നും ഒരു ഗവർണർ വന്നിരിക്കുന്നു കേരളത്തിലേക്ക് സംഘപരിവാരത്തിന് വേണ്ടി വിടുപണി ചെയ്യാൻ. പിന്നെ എന്താണ്? പിന്നെ അബ്ദുള്ള കുട്ടി എന്ന് പറഞ്ഞൊരു സാധനം, അയാൾക്കൊക്കെ എന്തേലും നിലപാടുണ്ടോ? ഇടത്തോട്ടും പോയി വലത്തോട്ടും പോയി അവസാനം ചാണാക്കുടി പോയി ചാടുകയും ചെയ്തൊരു സാധനം. അയാളെ കൂട്ടുപിടിച്ചിട്ട് ഇയാളെ കൊണ്ടിപ്പോ എല്ലായിടത്തും വന്നിട്ട് ഇങ്ങനെ പ്രസംഗിപ്പിക്കുക. ഈ പുള്ളിക്കാരന്റെ ധാരണ പുള്ളി എന്തോ വലിയ സംഭവം എന്നാ. ഇയാളെ പ്രസംഗമൊക്കെ കേട്ട അങ്ങനെയാണ്, കേട്ടു നോക്കണം. ഇയാൾ ഇങ്ങനെ എന്തേലും വിടുവായിത്തം പറയും. ഇത് കേൾക്കുമ്പോ ഈ മന്ദബുദ്ധികളായ കുറെ RSS ഇങ്ങനെ കൈയടിക്കുമ്പോ പുള്ളിക്ക് ഭയങ്കര ഹാപ്പിയാ. ഓ, ഞാനെന്തോ വലിയ സംഭവം പറഞ്ഞു. അബ്ദുള്ള കുട്ടി പേരെങ്ങനല്ലേ അബ്ദുള്ള? അള്ളാഹുവിന്റെ അടിമ എന്ന പേരും വെച്ചിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു മുസൽമാൻ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി ഇങ്ങനെ പ്രസംഗിക്കുക. മിസ്റ്റർ അബ്ദുള്ള കുട്ടി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പേരോ നിങ്ങളോ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമുകൾക്ക് ഒരു ചുക്കുമല്ല.
നിങ്ങളുടെ പ്രസംഗം ഞങ്ങൾക്കൊരു ചുക്കുമല്ല. കാരണം നിങ്ങൾ ചരിത്രം പഠിക്കണം. ഇസ്ലാമിനൊരു ചരിത്രമുണ്ട്. ഹബീബായ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ഇസ്ലാമിന്റെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അന്ന് മുസ്ലിം നാമധാരിയായി മുസ്ലിങ്ങളോടൊപ്പം ചേർന്നിട്ട് ശത്രുക്കൾക്ക് വേണ്ടിയിട്ട് ചാരപ്പണി നടത്തിയ കപട വിശ്വാസികളുടെ ഏറ്റവും വലിയ നേതാവുണ്ടായിരുന്നു. അയാളുടെ പേരും അബ്ദുള്ള എന്നായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ. ഈ അബ്ദുള്ളമാരെയൊക്കെ കണ്ടിട്ടാ ഞങ്ങൾ ഇവിടെ വന്ന. പിന്നാണോ ഈ അബ്ദുള്ള കുട്ടി അല്ലേ? നമ്മൾ ഇയാൾക്ക് ഇപ്പോഴും ഇയാളുടെ റോൾ എന്താന്ന് അറിയൂല. എന്തിനാ സംഘപരിവാരം ഇയാളെ മുമ്പിൽ വെച്ച് കളിക്കുന്നതെന്നറിയോ? നമ്മൾ തിരിച്ചറിയണം. ഈ ഹൈന്ദവ പുരാണങ്ങളിലൊക്കെ നേരിട്ടടിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ ശിഖണ്ഡികളെ മുമ്പിൽ വെച്ച് യുദ്ധം ചെയ്തൊരു ചരിത്രമുണ്ട്. ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും കെട്ട സാധനമാണ്. മിസ്റ്റർ അബ്ദുള്ള കുട്ടി, നിങ്ങൾക്ക് ഈ പോരാട്ടത്തിൽ ശിഖണ്ഡിയുടെ റോളാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ BJP-ക്കാർക്ക് കേരളത്തിൽ നിന്ന് ആണും പെണ്ണും കെട്ട ഒരാളെ വേണമെങ്കിൽ അതിന് ഏറ്റവും യോഗ്യൻ അബ്ദുള്ള കുട്ടി തന്നെയാണ്. അബ്ദുള്ള കുട്ടി മാത്രമാണ്. അത്രേ ഉള്ളൂ ഇദ്ദേഹത്തിന്റെ റോള്. ഇനിയിപ്പോ എന്താ, ഭയങ്കര ഗീർവാണ പ്രസംഗമാണ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ അയാൾ വെല്ലുവിളിക്കുക. പിണറായി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പ്രസംഗിക്കുക. എന്നിട്ട് അയാൾ ഇങ്ങനെ ചോദിക്കുകയാണ്, പിണറായി വിജയൻ ഇങ്ങനൊരു നിയമം വന്നപ്പോ അത് കേരളത്തിൽ നടപ്പിലാക്കൂല എന്ന് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനോടും അദ്ദേഹത്തിന്റെ പാർട്ടിയോടും ഒക്കെ നമുക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് പലപ്പോഴും നമ്മൾ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. അത് പരസ്യമായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത്, പിണറായി വിജയൻ കേരളത്തിന്റെ ഭരണാധികാരിയാണ്. കേരളത്തിലെ RSSകാരല്ലാത്ത ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് ഇവിടെ NRCയോ ഇവിടെ CAAയോ ഇവിടെ NPRോ നടപ്പിലാക്കാൻ പറ്റൂല എന്ന് സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് ആർജവത്തോടു കൂടിയാണ് എങ്കിൽ, നിലപാടോടുകൂടി പറഞ്ഞതാണെങ്കിൽ, നിഷ്കളങ്കമായി പറഞ്ഞതാണ് എങ്കിൽ ആ സഖാവ് പിണറായി വിജയനോടൊപ്പം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഉണ്ടാകും. അബ്ദുള്ള കുട്ടി സ്വപ്നം ശ്രമിക്കണ്ട, ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അത് നിഷ്കളങ്കമായി പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ എന്താ അബ്ദുള്ള കുട്ടി പറഞ്ഞേ? പിണറായി വിജയ, ഇതിങ്ങനെ നടപ്പിലാക്കൂല എന്ന് പറയാൻ നിങ്ങളുടെ കെട്ടിയോള് കമലേടത്തിയുടെ വസ്തുവാണോ ഈ കേരളം എന്നാണ് അബ്ദുള്ള കുട്ടി ചോദിക്കുന്നത്. ഞങ്ങളും അങ്ങോട്ട് തിരിച്ചു ചോദിക്കുകയാണ്, മിസ്റ്റർ അബ്ദുള്ള കുട്ടി, ഞങ്ങളും ചോദിക്കുന്നു, തന്റെ ഭരണത്തിന്റെ കീഴിലുള്ള ജനങ്ങളുടെ പൊതുവികാരം മനസ്സിലാക്കി ഒരു നിയമം നടപ്പിലാക്കില്ല എന്ന് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്നു, മിസ്റ്റർ അബ്ദുള്ള കുട്ടി, രാജ്യത്തെ കോടാനുകോടി വരുന്ന ഭൂരിപക്ഷ ജനങ്ങളുടെ അഭിപ്രായത്തെയും പോരാട്ടത്തെയും മാനിക്കാതെ ഇന്ത്യയിൽ ഈ നിയമം നടപ്പിലാക്കുമെന്ന് നീയും നിന്റെ തലതൊട്ടപ്പന്മാരായ BJP-യുടെ നേതാക്കന്മാരും പറയുന്നുണ്ട് എങ്കിൽ ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്നു, നിന്റെയൊക്കെ ഏത് കെട്ടിയോളമാർക്ക് സ്ത്രീധനത്തിന്റെ വകയിൽ കിട്ടിയതാണ് നിനക്കൊക്കെ ഇന്ത്യ? തിരിച്ച് ഞങ്ങളും അതങ്ങോട്ട് ചോദിക്കുക. ഇങ്ങനെ കുറെ സാധനങ്ങൾ ഇറങ്ങിയിരിക്കുന്നു. ഇപ്പൊ എന്താ, മലപ്പുറത്തൊക്കെ ഒരു തങ്ങള്, ബാദുഷാ തങ്ങള്, അല്ലോ നമ്മള് തങ്ങന്മാരെന്നൊക്കെ പറഞ്ഞാൽ എത്ര അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മൾ ആദരിക്കും, ബഹുമാനിക്കും, അല്ലെ? അങ്ങനെയല്ലേ? അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ആദരിക്കും. അതേ ഒരു തങ്ങളാ. പിന്നെ പറയണ്ട, പോട്ടെ. ഇത് AP ആയാലും EK ആയാലും ദക്ഷിണയായാലും പോപ്പുലർ ഫണ്ട് ആയാലും തബ്ലീഗ്, നമ്മളത് വിട്ടേക്കും. പാണക്കാട് തങ്ങളുടെ രാഷ്ട്രീയത്തോട് നമുക്കൊക്കെ വിയോജിപ്പില്ലേ, പക്ഷെ ഇന്ന് വരെ നമ്മൾ അദ്ദേഹത്തെ മോശമായല്ലോ ഇത് തങ്ങന്മാരെ പറയിക്കാൻ വേണ്ടി കുറെ സാധനങ്ങൾ ഇറക്കിയേക്കുക. നമ്മളൊരു കാര്യം തിരിച്ചറിയണം, റസൂലുള്ളാഹിന്റെ കുടുംബമാണെന്ന് പറഞ്ഞ് എല്ലാവരെയും കയറി അങ്ങ് അംഗീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അബൂജഹലും അബൂലഹവും ഒക്കെ റസൂലുള്ളാഹിന്റെ കുടുംബക്കാരായിരുന്നു എന്നും പറഞ്ഞ് അവരെയൊക്കെ കയറി നമുക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുമോ? അങ്ങനൊന്നും അംഗീകരിക്കാനൊന്നും പറ്റൂല. ഇങ്ങനെ കുറെ കപട വിശ്വാസികൾ ഇവരെങ്ങനെ ഇറക്കിക്കൊണ്ടുവരിക. അവരെ ഇറക്കിക്കൊണ്ടുവന്നിട്ട് ഇവരെ മുമ്പിൽ വെച്ചിട്ടുള്ള ചില കളികളാണ് സംഘപരിവാരം ഇവിടെ നടത്തിയിട്ട് ഈ പോരാട്ടത്തെ എങ്ങനെയെങ്കിലും ഇതിന്റെ ശക്തി കുറയ്ക്കുക, ഈ പോരാട്ടത്തിന്റെ ശക്തി കുറയ്ക്കുക. നമ്മൾ ചിന്തിച്ചു നോക്കെ, ഡൽഹി ജുമാ മസ്ജിദിലെ ഇമാമ് ജുമായിക്ക് വന്നിട്ട് സംഘപരിവാരത്തിന് അനുകൂലമായി പ്രസംഗിക്കുമ്പോ ആ പ്രസംഗമൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോ അവിടെ മറ്റൊരു ഇമാം ഉണ്ടായിരുന്നു, അല്ലേ?
അംബേദ്കറുടെ ഫോട്ടോയും മാറോട് ചേർത്ത് പിടിച്ചിട്ട്, മുസ്ലിമുകളെ, നിങ്ങളുടെ ഇമാമിന് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞ സംഘപരിവാരത്തിന്റെ പേര് സ്വപ്നമായ നട്ടലുള്ള ചങ്കുറപ്പുള്ള ആൺകുട്ടിയായ ദലിത് നേതാവായ രാവൺ ചന്ദ്രശേഖർ ആസാദിനെ ഞങ്ങൾ ഇമാമായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ മുസ്ലിമുകൾക്കിടയിൽ അബ്ദുള്ളക്കുട്ടി ഉയർത്തിയിട്ട് രാഷ്ട്രീയം കളിക്കാൻ സംഘപരിവാരം ശ്രമിക്കേണ്ടുന്നതില്ല. ഈ കളിയൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. പ്രധാനമന്ത്രി ഇടയ്ക്കൂടെ ഇറക്കിറക്കിയല്ലോ. എന്താ പറഞ്ഞത്? പോരാട്ടം പ്രക്ഷോഭം നടത്തുന്നവരുടെ ഡ്രസ് കോഡ് കണ്ടാൽ അറിയാം ആരാണ് ഇതിന്റെ മുമ്പിലെന്ന്. അത് പറഞ്ഞിട്ടൊരു വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്തുണ്ടായി? പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ സമരം നടക്കുന്നവർക്ക് നേരെ തോക്കു ചൂണ്ടിയ പട്ടാളക്കാരന്റെ മുമ്പില് തന്റെ വസ്ത്രം ഇങ്ങനെ അഴിച്ചിട്ട് പൂണൂല് കാണിച്ചു കൊടുത്ത ഹൈന്ദവ സഹോദരങ്ങളുള്ള നാടാണോ ഇന്ത്യ? ഇത് സംഘപരിവാരക്കാരന് ചിലപ്പം മനസ്സിലാവൂല. ഇത് സംഘപരിവാരക്കാരന് തിരിച്ചറിയാൻ പറ്റൂല. ഡ്രസ് കോഡ് നോക്കിയിട്ട് പ്രക്ഷോഭകന്മാരെ തിരിച്ചറിയാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോ കഴുത്തിൽ കിടന്ന കുരിശുമാല മാറ്റിയിട്ട്, നെറ്റിയിൽ പുരട്ടിയിരുന്ന സിന്ദൂരം മാറ്റിയിട്ട്, അവിടെ തേച്ചിരുന്ന ചന്ദനം വായിച്ചിട്ട്, തലയിൽ തട്ടമിട്ട് പറുതയിട്ട് ഞങ്ങളും ഈ പോരാട്ടത്തിനുണ്ടെന്ന് പറഞ്ഞ ഹിന്ദു സഹോദരന്മാരുടെ നാടാണോ ഇന്ത്യ? കണ്ടില്ലേ? കോട്ടയത്ത് കറുകച്ചാലിൽ കാർത്തിക എന്നൊരു മിടുക്കിയായ പെൺകുട്ടി MSCയിലെ ഒരു പ്രത്യേക വിഭാഗത്തിൽ ഇന്ത്യ രാജ്യത്ത് 1ാം റാങ്ക് കിട്ടിയ പെണ്ണിന്, കേരളത്തിലല്ല ഇന്ത്യയിൽ 1ാം റാങ്ക് കിട്ടിയ പെൺകുട്ടിക്ക് എത്ര ഉറക്കൊഴിഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും, എത്ര കഷ്ടപ്പെട്ടുണ്ടാവും. അവൾക്ക് ആ റാങ്ക് കിട്ടിയതിന്റെ പേരിൽ മെഡൽ കൊടുക്കാൻ വരുന്ന രാജ്യത്തിന്റെ രാഷ്ട്രപതിയാ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നമൊക്കെ അതാവൂലേ? എന്തായി? ആ കാർത്തിക എന്നുള്ള പെണ്ണ് പറഞ്ഞു, CAA നിയമത്തിൽ ഒപ്പുവെച്ച, ഇനി NRCയിൽ ഒപ്പുവെക്കാൻ പോകുന്ന ഇന്ത്യയുടെ രാഷ്ട്രപതി ആ നിയമം പിൻവലിച്ചിട്ടല്ലാതെ ഞാൻ ഈ മെഡൽ വാങ്ങൂല. നമ്മള് തിരിച്ചറിയണം, ഇത് RSSകാരന് മനസ്സിലാവുന്ന ചരിത്രമല്ല. ഇത് സംഘപരിവാരകാരനും മനസ്സിലാകുന്ന ചരിത്രമാവൂല. കാരണം അവന്മാരൊക്കെ ഈ വെള്ളക്കാരന്റെ ചെരുപ്പും മറ്റു പലതും ഒക്കെ നക്കിക്കൊടുത്തോണ്ടിരിക്കുമ്പോ ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും ഒക്കെ ഒന്നിച്ച് നിന്ന് പോരാട്ടം നടത്തുമായിരുന്നില്ലേ? നമുക്കൊന്നേ പറയാനുള്ളൂ, RSSകാര്, സംഘപരിവാരമേ, മിസ്റ്റർ നരേന്ദ്രമോദി, മിസ്റ്റർ അമിത്ഷാ, നിങ്ങളൊന്ന് തിരിച്ചറിയുക. ഈ 2ാം സ്വാതന്ത്ര്യ സമരത്തെ മതത്തിന്റെ അതിർവരമ്പുകൾ തിരിച്ചു വർഗീയതയുടെ വേലിക്കെട്ടുകൾ സൃഷ്ടിച്ചു പരാജയപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങൾ തിരിച്ചറിയുക, സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോ ഇവിടുത്തെ ഹിന്ദുവിനെയും മുസ്ലിമെയും തമ്മിലടിപ്പിക്കാൻ നിന്റെയൊക്കെ തന്തമാര് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. പിന്നാണോ ഇപ്പൊ വിചാരിച്ചാ നടക്കുന്നത്? അത് നടക്കാൻ പോകുന്നില്ല. കാരണം പരിപൂർണ ശ്രീരാമഭക്തനായിരുന്ന ഹൈന്ദവനായ ബഹുമാന്യനായ രാഷ്ട്രപിതാവായ ഗാന്ധിജിയോടൊപ്പം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചർച്ചകളിൽ പങ്കെടുത്തത് മുസ്ലിമായ, താടി വളർത്തിയ, തൊപ്പി ധരിച്ച, വിശുദ്ധ ഖുർആൻ സദാസമയം കയ്യിൽ സൂക്ഷിച്ച ബഹുമാന്യനായ മൗലാന മുഹമ്മദ് അലി ജോഹറല്ലേ? ഈ പാരമ്പര്യം തകർത്താൻ സംഘപരിവാരത്തിന് കൊണ്ട് പറ്റില്ലടോ. മുസൽമാനായ കേരളക്കാരനായ മലയാളിയായ വക്കം അബ്ദുൽ ഖാദർ സുഭാഷ് ചന്ദ്രബോസിന്റെ പട്ടാളത്തിൽ നിന്ന് പരിശീലനം നേടിയെടുത്തു കേരളത്തിന്റെ മണ്ണിലേക്ക് സ്വാതന്ത്ര്യ സമരത്തിന്റെ രണാഗ്നിയിലേക്ക് ചാടി പുറപ്പെടുമ്പോ ആ മുസ്ലിമായ വക്കം അബ്ദുൽ ഖാദറിനോടൊപ്പം ഉണ്ടായത് ഹൈന്ദവനായ കുഞ്ഞനന്ദൻ നായരായിരുന്നോ? നമുക്കറിയല്ലോ ചരിത്രം. കുഞ്ഞാലി മരക്കാരെന്ന മുസ്ലിം പോരാളിയെ ഹിന്ദു രാജാവായ സാമൂതിരി ചതിയിലൂടെ പിടിച്ചു പോർച്ചുഗലുകാർക്ക് കൈമാറിയപ്പോൾ, ആ ഹിന്ദു രാജാവ് ഒരു മുസ്ലിമിനെ പിടിച്ച് കൈമാറിയപ്പോൾ അദ്ദേഹത്തിനെതിരെ രാജ്യത്ത് പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു. ആരാ നടത്തിയത്? അതേ സാമൂതിരിയുടെ പട്ടാളത്തിൽ പ്രവർത്തിക്കുന്ന ഹൈന്ദവരായ നായർ പട്ടാളക്കാരാ. അവിടാണോ സംഘപരിവാരത്തിന്റെ കണാകൊണ വർഗീയമായിട്ട് നീയൊക്കെ വരാൻ പോകുന്നത്? ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ വെള്ളക്കാരുടെ ട്രഷറിയിലേക്ക് കോടാനുകോടി വില വരുന്ന പണവും സ്വർണവുമായി കുതിച്ചു പായുന്ന തീവണ്ടി, ആ തീവണ്ടിയിൽ നിന്ന് ആ പണം പിടിച്ചെടുത്ത് സ്വാതന്ത്ര്യ സമരത്തിന് നേടിക്കൊടുക്കാൻ വേണ്ടി പോരാട്ടം നടത്തിയ 2 ധീര പോരാളികളുണ്ട്. ഒരേ ദിവസം ഒരേ സമയം ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് 2 ജയിലുകളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പണ്ഡിറ്റ് രാംപ്രസാദ് എന്ന ഹൈന്ദവന്റെയും ഷഹീദ് അഷ്ഫഖുല്ലാ ഖാൻ എന്ന മുസൽമാന്റെയും
ഈ സൗഹാർദ്ദത്തെ തകർക്കാൻ സംഘപരിവാരം വിചാരിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിവിന്റെ മാർഗത്തിലേക്ക് കടന്നു.